ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 3 വയറുള്ള ഒരു വോൾട്ടിമീറ്റർ എങ്ങനെ കണക്ഷൻ കൊടുക്കാം, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. നേരെ വീഡിയോസിലേക്ക് പോകാം. ഇതിന് 3 കണക്ഷനാണുള്ളത്. ഒന്ന് ബ്ലാക്ക്, റെഡ്, യെല്ലോ. അത് ബ്ലാക്ക് കോമൺ ആയിട്ട് നെഗറ്റീവ് വോൾട്ടേജ് ജി എന്ന് എഴുതിയത്. അത് രണ്ടാമത്തെ വി എഴുതിയത് റെഡ്, അത് ഇതിൻ്റെ ഐ സിയിലേക്കുള്ള വോൾട്ടേജ്. അതുപോലെ തന്നെ യെല്ലോ ഇതിൻ്റെ വോൾട്ടേജ് അളക്കാനുള്ള പ്ലസ് വോൾട്ടേജും. റെഡും യെല്ലോയും പ്ലസ് ആണ്. നമ്മുടെ ബ്ലാക്കിൻ്റെയും റെഡിൻ്റെ ഇടയിൽ 0 to 30 വോൾട്ടേജ് നമുക്ക് അളക്കാം. അതുപോലെ തന്നെ ബ്ലാക്കിൻ്റെയും യെല്ലോൻ്റെയും ഇടയ്ക്ക് നമുക്ക് 0 to 100 വോൾട്ടേജ് വരെ അളക്കാം. അതുപോലെ തന്നെ ഈ റെഡും യെല്ലോയും ഒന്നിച്ച് പിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3.7 വോൾട്ട് മുതൽ 30 വോൾട്ട് വരെ മാത്രമേ ചെക്ക് ചെയ്യാൻ കഴിയുള്ളൂ. 30 വോൾട്ടിന് മുകളിലേക്ക് കൊടുക്കാൻ കഴിയില്ല, അത് അടിച്ചു പോകും. നേരെ മറിച്ച് നമ്മൾ റെഡിലേക്ക് 3.7 വോൾട്ട് മുതൽ ബ്ലാക്കിലേക്കും നമ്മൾ 3.7 വോൾട്ട് 30 വരെ കൊടുത്തിട്ട് നമുക്ക് മഞ്ഞയും ബ്ലാക്കും പാടെ നമുക്ക് 100 വോൾട്ട് വരെ ചെക്ക് ചെയ്യാം. റെഡ് വയർ വോൾട്ടേജ് ചെക്ക് ചെയ്യാനുള്ളതല്ല, മഞ്ഞയാണ് വോൾട്ടേജ് ചെക്ക് ചെയ്യാനുള്ളത്. അതായത് റെഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഐ സിയിലേക്കുള്ള വോൾട്ടേജ്, ഡിസ്പ്ലേ ഒക്കെ കത്താനുള്ള ഒരു വോൾട്ടേജ് മാത്രമാണ് പ്ലസ് കൊടുക്കുന്നത്. 3.7 മുതൽ 30 വരെ കൊടുക്കാം. മഞ്ഞയാണ് നമ്മളെ ചെക്കിംഗ് വോൾട്ടേജ്. അതേപോലെ മഞ്ഞയും റെഡും ഒന്നിച്ച് പിരിച്ച് നമുക്ക് കൊടുക്കാം. കോമൺ ആയിട്ട് ബ്ലാക്കിൽ കൊടുത്തു കഴിഞ്ഞ് ഒരേ ബാറ്ററി നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 9 വോൾട്ട് ബാറ്ററിയാണ്. 9 വോൾട്ട് ബാറ്ററിയുടെ നെഗറ്റീവ് വോൾട്ടേജ് ഇതിൻ്റെ ബ്ലാക്കിലും അതേപോലെ ഇതിൻ്റെ പോസിറ്റീവ് നമ്മൾ റെഡിലും കണക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ഐ സിയിലേക്കുള്ള വോൾട്ടേജ് വന്നിട്ട് ഡിസ്പ്ലേയും വർക്ക് ചെയ്ത് 0 എന്ന് കാണിക്കുക എന്നല്ലാതെ ഇതിലേക്കുള്ള ഇൻപുട്ട് വോൾട്ടേജ് ഇതിലേക്ക് കൊടുക്കുന്നില്ല. അതായത് ചെക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് നമ്മൾ മഞ്ഞ ടച്ച് ചെയ്യണം, അത് റെഡിൽ. അതായത് റെഡും ബ്ലാക്കും അതിൻ്റെ ഐ സിയിലേക്കുള്ള വോൾട്ടേജ് മാത്രമേ എത്തുള്ളൂ. നമ്മൾ ചെക്കിംഗ് വോൾട്ടേജ് മഞ്ഞയും പാടെ പ്ലസ് എത്തിക്കഴിഞ്ഞാൽ വർക്കിംഗ് ആവുള്ളൂ. കാരണം ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെഡും മഞ്ഞയും ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 0 to 30 വരെ ചെക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ചെക്ക് ചെയ്യാൻ നമുക്ക് കണക്ഷൻ കൊടുക്കാൻ കഴിയുള്ളൂ. 30 വോൾട്ടേജ് മുകളിലേക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇനീഷ്യൽ വോൾട്ടേജ് ആയിട്ട് റെഡിലും ബ്ലാക്കിലും നമ്മളൊരു വോൾട്ടേജ് കൊടുത്തിരിക്കുകയും പിന്നെ നമ്മൾ ഇതേപോലെ 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് ബ്ലാക്കിലേക്ക് നമ്മൾ നെഗറ്റീവും മഞ്ഞയും മാത്രം കൊടുക്കുമ്പോൾ 3.74 ഇതിൻ്റെ വോൾട്ടേജാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ 1.2 വോൾട്ടിൻ്റെ ഒരു റീചാർജബിൾ ബാറ്ററിയാണ് എടുക്കുന്നത്. അത് നമുക്ക് നേരിട്ട് കൊടുത്താൽ ഇതിൻ്റെ വോൾട്ടേജ് കാണിക്കില്ല. അപ്പോൾ നേരെ എന്ത് ചെയ്യണം, നമ്മൾ നേരെ 9 വോൾട്ടിൻ്റെ വോൾട്ടേജ് കൊടുത്തതിന് ശേഷം നമ്മൾ മഞ്ഞയും ബ്ലാക്കും കൊടുത്തതിന് ശേഷം 1.2 വോൾട്ടാണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ 9 വോൾട്ടിൻ്റെ ആ വയർ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ റെഡും യെല്ലോയും പാടെ കോമൺ ആയി പിരിച്ച്, രണ്ടും പോസിറ്റീവാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ നെഗറ്റീവ് സപ്ലൈ നമ്മൾ കൊടുക്കണം 1.2 വോൾട്ടിൽ. അപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഒരു വോൾട്ടിമീറ്റർ വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ 1.2 വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി ആ ഒരു ബാറ്ററി മാത്രം ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം അതിൻ്റെ ഐ സിയിലേക്ക് ഒന്ന് പവർ ആവാനുള്ള സപ്ലൈ വരുന്നില്ല. അതുകൊണ്ടാണ് ഇതിന് 3 വയർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 3.7 വോൾട്ടുള്ള ഒരു ബാറ്ററിയാണ് നമുക്ക് മഞ്ഞയും റെഡും പാടെ പിരിച്ച് വോൾട്ടേജ് ചെക്ക് ചെയ്യാം. നേരെ മറിച്ച് 1.2 വോൾട്ടേജ് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ റെഡും ബ്ലാക്കിലും അതിൻ്റെ ഇനീഷ്യൽ വോൾട്ടേജ് കൊടുത്തതിന് ശേഷം അതിലെ മഞ്ഞയും ബ്ലാക്കും പാടെ ചെക്ക് ചെയ്താലേ നമുക്ക് അതിൻ്റെ വോൾട്ടേജ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ 9 വോൾട്ട് ബാറ്ററി ആണെങ്കിൽ നമ്മൾ മഞ്ഞയും ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മഞ്ഞയും റെഡും ഒരുപോലെ പിരിച്ച് കഴിഞ്ഞതിന് ശേഷം 9 വോൾട്ട് ബാറ്ററി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ആ 9 വോൾട്ട് ബാറ്ററി എന്ന് പറഞ്ഞപ്പോൾ ചാർജ് കുറവുള്ളതുകൊണ്ട് 8.62 വോൾട്ടേജ് കാണിക്കുന്നത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.